ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രാവിലെ ഞാൻ എണീക്കണമെങ്കിൽ ഒരു 5:45-6 മണിക്കാണ് എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വിളക്ക് കത്തിക്കലാണ് ചെയ്യാറ്. വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിണ്ടിയിൽ വെള്ളം എടുത്ത് ഉമ്മർത്ത് കൊണ്ടുപോയി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാറ്. അടുക്കളയിലെത്തിയ ഫസ്റ്റ് ചെയ്യാറ് ഞാൻ തലേന്ന് ചിയ സീഡ്സിൻ്റെ വെള്ളം എടുത്ത് ചിയ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ചെറുനാരങ്ങൻ്റെ നീര് വെച്ചിട്ട് കുറച്ച് തേൻ വെച്ചിട്ട് അത് കുടിക്കുക. അത് കുടിച്ചാൽ വയറ് കുറയുമെന്നാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു പരീക്ഷണാസ്തവമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വയറുണ്ട്. അപ്പോൾ വയറൊന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിലും വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ദോശയാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവം ദോശയും തക്കാളിക്കറി. നമ്മൾ സിമ്പിളാണല്ലോ. അങ്ങനെ ദോശയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദോശയിൽ വെള്ളം കലക്കിയ സമയത്ത് കുറച്ച് വെള്ളം ഏറിപ്പോയി. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഏറിപ്പോയാൽ പിന്നെ ചട്ടിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും, ദോശ കിട്ടും. പിന്നെ നല്ല സ്മൂത്ത്നെസ്സും ഉണ്ടാവും കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചാൽ. അങ്ങനെ ഞാൻ ദോശ ചുടൽ തുടങ്ങി. അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കറിക്കുള്ളതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി അപ്പുറത്തെ അടുപ്പിൽ തന്നെ കറിയും ആക്കി. അങ്ങനെ രണ്ടും ആവണ സമയം കൊണ്ട് ഞാൻ വേഗം തറവാട്ട് വീട്ടിൽ പോയിക്കാണ്ട് കഞ്ഞിക്കൂർക്കലും തുളസി ഇലയും എടുത്തു കൊണ്ടുവന്നു. കാരണം ഉണ്ണേട്ടന് എന്നും രാവിലെ കഞ്ഞിക്കൂർക്കലും തുളസിയും കുടിക്കുന്ന ശീലമുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കഞ്ഞിക്കൂർക്കലിൻ്റെയും തുളസി വെള്ളവും ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ണേട്ടന് കൊണ്ടു കൊടുത്തു. പിന്നെ അതിന് ശേഷം വേഗം വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ട് ചായ ഉണ്ടാക്കി. ഉണ്ണേട്ടൻ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഉണ്ണേട്ടന് മാത്രമേ ചായ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ ദോശ ചുടലൊക്കെ അല്ലേ പണി കഴിഞ്ഞു. അടുക്കളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുള്ള് പണി തീർത്തതിന് ശേഷം ഉണ്ണേട്ടൻ നേരെ ഷോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്ന്. ടേബിൾ ആകെ മെസ്സായി കിടക്കുകയായിരുന്നു. അപ്പോൾ മോൻ നല്ല കളിച്ച കളിപ്പാട്ടങ്ങൾ അതൊക്കെ ഉണ്ടായി. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് വീണിട്ട് കുട്ടികളുടെ സ്ക്രാച്ച് വീണിട്ട് അതിന് മുകളിൽ ഷീറ്റിട്ടത്, അതാണ് അങ്ങനെ. പിന്നെ ടേബിളിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് കൊട്ട എപ്പോഴും വെക്കുന്നതാണ്. പിന്നെ ചെറിയ മോൻ ഉണർന്നപ്പോൾ വലിയ മോന് അവർ രണ്ടുപേരും കൂടി കളിയായി. അങ്ങനെ അവരവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ വേഗം പ്ലാസ്റ്റിക് വെള്ളം വെച്ചു, അടുപ്പത്ത് വെച്ചു. പ്ലാസ്റ്റിക് വെള്ളം ഒഴിച്ച് വെച്ചു. പ്ലാസ്റ്റിക്കിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ചായക്കായാലും നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായാലും പെട്ടെന്ന് എടുക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് പ്ലാസ്റ്റിക്കിൽ വെള്ളം നിറച്ച് വയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചോറിനുള്ള തീ പിടിപ്പിച്ചു. അടുപ്പത്താണ് ഞാൻ ചോറ് വയ്ക്കുക. മിക്ക ദിവസങ്ങളിലും ഞാൻ അടുപ്പത്ത് തന്നെയാണ് ചോറ് വയ്ക്കാറ്. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഗ്യാസിൽ വയ്ക്കാറ്. അങ്ങനെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ മോന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്തു കൊടുത്തു. അവനവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചെയ്തോളൂ. അവന് ഈ കാര്യങ്ങളൊക്കെ എന്നും ചെയ്യാറ്. രാവിലെ എണീച്ച് നേരെ തറവാട്ട് വീട്ടിൽ പോകും. അവിടെ അമ്മയുടെ കൂടെ നിന്നാണ്ടാണ് ബ്രഷിങ്ങും കുളിയും അവൻ്റെ വല്യച്ഛൻ്റെ കൂടെയൊക്കെ നിന്നിട്ടാണ് കുളിയൊക്കെ കഴിക്കാറ്. എന്നിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. പിന്നെ ഞാൻ വേഗം അവൻ തറവാട്ട് വീട്ടിൽ പോയ തക്കത്തിൽ ഞാൻ വേഗം സോഫൊക്കെ വിരിച്ചിട്ടു, ടേബിൾ വൃത്തിയാക്കിയിട്ട്. ഈ 2 ജോലി ഈ സോഫിൻ്റെ ബാക്കിലുള്ളത് കുട്ടീൻ്റെ ബാഗും യൂണിഫോമാണ്. ഈ 2 പണി കഴിഞ്ഞാൽ തന്നെ ഹോള് നല്ല വൃത്തിയായി നിൽക്കും. പിന്നെ ഈ ഒരു ചെറിയ ഷോക്കേസ് എന്നും മെസ്സായി കിടക്കും. എന്നും ഞാൻ നന്നാക്കുകയും ചെയ്യും. എന്നും പിറ്റേ ദിവസം നന്നാക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും മെസ്സായി കിടക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി വെച്ചു. ഇതെന്നും ഇങ്ങനെ വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കേട് വരും. അപ്പോഴത്തേക്കും മോന് കുളി കഴിഞ്ഞാണ്ട് വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വന്ന് ഇവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ അവൻ
പിന്നെ ഓടും, തറവാട്ട് വീട്ടിലേക്ക് തന്നെ ഓടും. കാരണം അവിടെ പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് തറവാട് വീട്, അടുത്ത് തന്നെയാണ് വീടുള്ളത്. അതുകൊണ്ട് ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചെറിയ മോനെ നിലത്തിറക്കി കിടത്തിയതിന് ശേഷം വേഗം തിരുമ്പാനുള്ളത് മുകളിലേക്ക് പോയി വാഷിംഗ് മെഷീനിലിട്ടു. വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ളതായിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ടുതന്നെ ഞാൻ ചെറിയ മോനെ ഫീഡ് ചെയ്തു. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അവനൊന്ന് ഫീഡ് ചെയ്ത് അവനൊന്ന് കുറച്ച് നേരം കളിപ്പിച്ച് ഇരുന്നപ്പോഴത്തേക്ക് വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനതെടുത്ത് ഉമ്മറത്തേക്ക് വന്ന് തോരിടാൻ തുടങ്ങി. ഉമ്മറത്ത് തന്നെയാണ് 2-3 അയൽ കെട്ടിയിട്ടുണ്ട്. ഇന്ന് വലിയ വെയിലൊന്നുമില്ല, മഴക്കോളാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങൂല എന്നുള്ള ഡൗട്ടിലാണ് ഈ തിരുമ്പി തോരിടുന്നത്. മുകളിലേക്കൊക്കെ നോക്കണം, മഴക്കാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇടുന്നത്. തോരിടുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് മഴച്ചാച്ചിലൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് ഒലന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് തോരിടുന്നത്. ഈ സൈഡത്തായാലും ഫുള്ളാക്കിയിട്ടാണ് തോരിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കായിരുന്നു. ഉപ്പും മുളകും കണ്ടിട്ടാണ് ചായ കുടിച്ചിരുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മോനെ എഴുതാൻ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ മോനെ കിടത്തുകയും ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഒരാൾ എഴുതലും ഒരാൾ കളിയിലും ആയി പെട്ടോളും. അപ്പോഴത്തേക്ക് എൻ്റെ ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരിയിട്ടതിന് ശേഷം ഞാൻ മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനൊക്കെ ആക്കി കൊടുത്തു. അവൻ സ്കൂളിലേക്ക് ചോറിൽ കൂട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ ഉപ്പിലിട്ടത് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അവരെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം സ്നാക്സും ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. കൂട്ടാൻ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അവന് നിർബന്ധമാണ് എന്തെങ്കിലും കൂട്ടാൻ വേണമെന്ന്. പിന്നെ അവന് വെള്ളം നിറച്ചു. അവനൊരു കപ്പ് കൊണ്ടുപോകണം, അവർക്ക് പാൽ കുടിക്കാനുള്ള കപ്പ് കൊണ്ടുപോകണം. എന്നിട്ട് അവനെ റെഡിയാക്കിയതിന് ശേഷം അവൻ തറവാട്ട് വീട്ടിൽ നിന്ന് ഇളച്ചൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോകൽ. അവിടുന്ന് തറവാട്ട് വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. ഇപ്പോൾ 2-3 ദിവസം ദീപാവലി പ്രമാണിച്ച് സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ചെറിയൊരു സങ്കടവും മടിയൊക്കെ ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ മോൻ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം വന്നാണ്ട് ചോറ് അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ വേഗം മോനെ കുളിപ്പിക്കാൻ നിന്നു. മോനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കറി വെക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ നിന്നത്. കറി വെക്കാൻ ഇന്ന് വെള്ളരിയും പരിപ്പും തക്കാളിയും കൂടി ഒരു തേങ്ങ ഒന്നും അരയ്ക്കാതെ ഉണ്ടാക്കുമല്ലോ ഒരു കറി. ജസ്റ്റ് ഒന്ന് വെള്ളരിയും പരിപ്പും തക്കാളിയും മസാലകളൊക്കെ ഇട്ടാണ്ട് കുക്കറിലിട്ടൊരു 2-3 കൂക്ക് കൂക്കിച്ചതിന് ശേഷം വറവിടുന്നൊരു കറിയാണത്. തട്ടിക്കൂട്ട് വെള്ളരിക്കറി, ആ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ചിരങ്ങ താളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിരങ്ങ താളിക്കുക എന്ന് പറയുമ്പോൾ ചിരങ്ങ ചെറിയ ഉള്ളി ഇട്ട് താളിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ സവോളയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സവോളയിൽ എടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ചിരങ്ങ താളിച്ചത്. ഒരുപാട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യലെന്താ വെച്ചാൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറി ഫസ്റ്റ് തന്നെ ചിരങ്ങയാണ് അരിഞ്ഞാണ്ട് ഞാൻ വേഗം അതണ്ട് അടുപ്പത്താക്കി. അപ്പോഴത്തേക്കും അത് അടുപ്പത്തായി അത് വേകുമ്പോഴത്തേക്കും നമുക്ക് കറിക്കുള്ളത് അരിയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വേഗം അത് തന്നെ അരിഞ്ഞ് അടുപ്പത്താക്കിയത്. പിന്നെ വെള്ളരി ചെറുതാക്കി അരിഞ്ഞു. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. ഈ കറിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിയുക. ഇത് തേങ്ങ അരയ്ക്കാത്ത കറിയാകുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ പ്രത്യേകിച്ച് ഉപ്പേരിക്ക് കറിക്ക് അങ്ങനെ ആയിട്ട് പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും വീട്ടിൽ വാങ്ങാറില്ല. ഞാൻ വാങ്ങാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങും. കിലോ കണക്കിന് വാങ്ങും. ബാക്കിയുള്ള പച്ചക്കറി ഉപ്പേരിക്കുള്ളതെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് പച്ചക്കറി സാമ്പാർ കഷ്ണം പോലെയോ അങ്ങനെ കുറച്ച് കഷ്ണങ്ങളും അങ്ങനെ വാങ്ങിയാൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് 2 ആഴ്ച ഉപ്പേരിക്കുള്ള സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം വാങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുതന്നെ ധാരാളമാണ്. അങ്ങനെ ഒരുപാട് പച്ചക്കറിയൊന്നും വാങ്ങാറില്ല.
ഉള്ള പച്ചക്കറി വെച്ചിട്ട് ഞാൻ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കും. ഞാനും ഭയങ്കരമായിട്ട് പച്ചക്കറി ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല, എന്നാൽ ഇപ്പോൾ കൂടുതൽ ഭക്ഷണത്തിൽ പച്ചക്കറി ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജസ്റ്റ് ഒരു ചമ്മന്തി ആയാലും മീൻ വറുത്തതായാലും എനിക്ക് കറി വേണമെന്നൊന്നും നിർബന്ധമുള്ള ഒരാളേ അല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പച്ചക്കറി ഇലക്കറികളൊക്കെ കഴിക്കാൻ തുടങ്ങും, ശീലമാക്കുകയാണ് ഞാൻ. പിന്നെ ഇന്ന് ബത്തൽ മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബത്തൽ മീൻ എനിക്ക് മസാല ചേർത്ത് തേച്ച് വെച്ചിട്ട് കുറച്ച് മീൻ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. രാത്രി വറുക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. ബാക്കി കുറച്ച് മീൻ ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വറവിട്ടു. കറിയൊക്കെ വറവിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തത് പപ്പടം കാച്ചുകയാണ്. പപ്പടം ഞാൻ മുറിച്ചാണ് ഇവിടെ കാച്ചാറ്, കാരണം എൻ്റെ പപ്പടം കാച്ചിടുന്ന ടിന്ന് ചെറുതായതുകൊണ്ട്. പിന്നെ ഇങ്ങനെ കാച്ചുമ്പോൾ നമുക്ക് ചോറ് കൂട്ടാൻ നല്ല എളുപ്പമാണല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഞാൻ പപ്പടം കാച്ചുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് വറുത്തുകയും ചെയ്തു. പിന്നെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഉണ്ണേട്ടൻ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ടാണ്ട് അതൊന്ന് കലക്കി വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ചിരങ്ങ തോരനും ആയിട്ടുണ്ടായിരുന്നു. ചിരങ്ങ തോരനല്ല, സോറി, ചിരങ്ങ താളിച്ചത്. പിന്നെ മീൻ വറുത്തു. മീൻ ഞാൻ പറഞ്ഞല്ലോ ബത്തളാണ്, ബത്തളൊക്കെ വറുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ചോറ് വിളമ്പി. ഇന്ന് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തൊരു നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഉച്ച വരെയുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം അതിന് ശേഷം എടുക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനും മോനും കൂടി ഇവിടെ ഇരുന്ന് TV കണ്ടു. പിന്നെ മോനെ ഉറക്കി, ഞാനും കുറച്ച് നേരം കിടന്നു. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടയ്ക്കാൻ അങ്ങനത്തെ പരിപാടി. പിന്നെ മോൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവന് ചായ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം കഴിയാറായി. പിന്നെ എഡിറ്റിങ്ങിനൊന്നും ചാർജ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും വിഭവങ്ങളും കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിച്ചു. പരിപ്പും പടവലം കറിയും, പപ്പടം, മുളക്, ചിരങ്ങ താളിച്ചത്, പിന്നെ ഓർക്കാപ്പുളീൻ്റെ ഒരു അച്ചാറുണ്ടായിരുന്നു, ഇവിടെ തറവാട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്നതായിരുന്നു. പിന്നെ തൈരും മീനും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഇന്നത്തെ ഊണ് കഴിച്ചു. ഞാൻ TV കണ്ടുകൊണ്ട് തന്നെയാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.